സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ഇരിക്കും അത് അത്രമാത്രം ഒരു ദൈവിക സാന്നിധ്യത്തിന്റെ പകൽ അനുഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയൊക്കെ സ്റ്റക്കായി നിന്നതിനെ ദൈവം ഒരിക്കൽ കൂടെ റീസ്റ്റാർട്ട് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ദൈവം ഇടപെടണം, എന്നോട് സംസാരിക്കണമേ എന്നുള്ള വളരെ ദാഹത്തോട് ഇരുന്നാൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ചെയ്യും. ഞാനിവിടെ ഇരിക്കുമ്പോൾ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കേട്ട 2 വേർഡാണ് സജ്ജമാകുക, സജീവമാകുക. ഇന്നത്തെ കാലം എവിടെയൊക്കെ സജീവമാകുവാൻ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ നമ്മെ ബലപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 7-ാമത് വാക്യം ആർക്കെങ്കിലും ഒന്ന് വേഗത്തിൽ വായിക്കാം. അപ്പോസ്തലൻ പൗലോസ് വിശുദ്ധ ഹല്ലേലൂയ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത് വാക്യം ആർക്കെങ്കിലും ആമേൻ ഹല്ലേലൂയ ശബ്ദം ഉയർത്തി ദൈവസന്നിധിയിൽ വായിക്കാം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കും. എങ്കിൽ ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമാണ് എന്ന് പറയേണ്ടത് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രക്തത്താൽ വചനത്താൽ ചെയ്യപ്പെടുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് എല്ലാ തരങ്ങളും തുറന്ന് ഒരു നിമിഷം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ വൈകിയ പകൽ യാമം കഴിഞ്ഞ് ഊച്ചയാകുന്ന സമയത്തോട് വേദപുസ്തകം വായിക്കുമ്പോൾ അറിയാം, അവൻ വെയിലാറിയ സമയത്ത് ദൈവം തന്നുണ്ടാക്കിയ തോട്ടത്തിനകത്തേക്ക് നടന്നു നീങ്ങിയതുപോലെ ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നത് മനുഷ്യരീരങ്ങളിലാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്താകട്ടെ ഹല്ലേലൂയ തിരിച്ചറിയുന്നവർ മൗനമായിരിക്കാതെ ദൈവ സാന്നിധ്യത്തോടെ പ്രതികരിച്ചു കഴിഞ്ഞാൽ വളരെ അത്യന്തമാകുന്ന ബലത്തോടെ നിങ്ങൾക്ക് ഇതിനകത്ത് മടങ്ങാൻ കഴിയും. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്ന സാഹചര്യങ്ങൾ നോക്കരുത്. അടുത്തിരിക്കുന്നവൻ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യേണ്ട. ഇന്ന് ഈ പകൽ നിങ്ങളുടെ സെക്ഷനാക്കി നിങ്ങൾ മാറ്റിയാൽ ഇതുവരെ നടക്കാത്ത ചില വിടുതലുകൾ, ഇതുവരെ നടക്കാത്ത ചില ദൈവത്തിന്റെ പ്രവർത്തികളെ കാണുവാൻ സർവശക്തനാകുന്ന ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വിശ്വസിക്കുക. അത് നിങ്ങൾ തുറന്ന് 1-2 സെക്കൻഡുകൾ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വേദപുസ്തകം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരേണ്ടത് നിന്റെ വായിൽ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു. പരിശുദ്ധ പിതാവേ, നിത്യനാകുന്ന ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ഓർത്തങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. സ്വർഗം തന്നെ സിംഹാസന ഭൂമി തന്നെ പാതപിടം നല്ല ചെയ്ത ദൈവമേ, ഈ വൈകിയ സമയം ഞങ്ങളുടെ അങ്ങയുടെ തിരുപാതപിടത്തേക്ക് കടന്നു വരികയാണ്. അവിടുത്തെ വലിയ മഹത്വം ഞങ്ങളുടെ മേൽ പകരണം. ദിവ്യ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം. കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതത്തിന്റെ കരവോട് നീട്ടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം ഞങ്ങളുടെ മതിൽ പകരുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അതിശയം അത്ഭുതകരമാകുന്ന ചില വഴികളും അത്ഭുതകരമായ ചില പ്രവൃത്തികളും ദൈവത്തിന്റെ ആത്മ ഞങ്ങളുടെ ഇടയിൽ ചെയ്തെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ആ ചെയ്യുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ്. നമുക്കറിയാം, അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പല കാര്യങ്ങൾ എംഫസൈസ് ചെയ്യുക. എന്നാൽ ഈ നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ഒരു കാര്യം എടുത്ത് എംഫസൈസ് ചെയ്ത് പറയുകയാണ്, ഒരു അത്യന്ത ശക്തിയെ കുറിച്ച്. ഹല്ലേലൂയ. പറഞ്ഞൊരു അത്യന്ത ശക്തിയെ കുറിച്ച്. അത്യന്ത ശക്തി എന്ന് പറഞ്ഞേ, അപ്പോ ഈ മനുഷ്യൻ എന്താ ഈ അത്യന്ത ശക്തിയെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്? ഞാൻ അതിന് മുമ്പായിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ച് എന്നെ ചിന്തിപ്പിച്ച ചെറിയൊരു പുസ്തകത്തിന്റെ ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ഞാൻ എന്റെ പ്രഭാഷണ ജീവിതത്തിൽ പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുക. ദ ഹെവൻ, അതായത് ദ തേർഡ് ഹെവൻ എന്ന് പറഞ്ഞ ഹക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയൊരു പുസ്തകം. 2015 ഈ മനുഷ്യൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ തനിക്കും അതിനകത്ത് താൻ പറയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എന്നാൽ അതിലൊരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞാൽ മുന്നോട്ട് കടന്നു പോകാം. ഈ ഹക്കി എന്ന് പറയുന്ന ജോൺ ഹക്കി എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ 1970 ഒരു സഭ സ്ഥാപിതമാക്കപ്പെട്ടു. അന്ന് ഇതുപോലെ ആൾക്കാരൊന്നുമില്ല, കുറച്ചുപേര് മാത്രമേ ഉള്ളൂ. എന്നാൽ ദിനംതോറും സഭയ്ക്കകത്ത് ഒത്തിരി അനേകം ആൾക്കാർ കടന്നു വരികയാണ്. ഹക്കിയുടെ പ്രവർത്തനവും പ്രാർത്ഥനയും നിരന്തരമായി ഈ പിന്നതിലെ ആ സഭ അറിയപ്പെടുന്നത് എ കോർണർ സ്റ്റോൺ എന്നാണ്. അതായത് മൂലക്കല്ല് എന്ന് പറയുന്ന ഒരു സഭയുടെ ഫൗണ്ടർ ആയിരുന്നു ജോൺ ഹക്കി. അങ്ങനെ ഒരിക്കൽ ഈ ബുധനാഴ്ചയിൽ ഒരു ചെറിയൊരു പ്രയർ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ തോക്കുകൾ ധാരികളാകുന്ന കുറച്ച് യൗവനക്കാർ പുറകിലിരിക്കുക. അതിലൊരു മനുഷ്യൻ എഴുന്നേറ്റ് ഏതാണ്ട് 8 അടി ഫീറ്റ് മുമ്പ് വന്നിട്ട് തന്നോട് പറയുകയാണ്, ഈ വചനം നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തിക്കോ, സാത്താനാണ് ദൈവമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. താൻ എന്ത് ചെയ്തു? ഹക്കി ഒരിക്കലും അത് പറയാൻ താല്പര്യപ്പെട്ടില്ല. യേശു ജീവിക്കുന്ന ദൈവമെന്ന് താൻ ഉറക്കെ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ആ മനുഷ്യൻ തന്റെ കയ്യിൽ ക്യാരി ചെയ്തത് 2.24 ക്യാരി വരുന്ന ഒരു ബുള്ളറ്റ് സജ്ജീകരണമാകുന്ന ഒരു ആധുനിക തോക്കായിരുന്നു.
ഈ തോക്ക് തന്റെ നേരെ ചൂണ്ടി ഏതാണ്ട് ആ പുസ്തകത്തിൽ പറയുന്നത് 8 അടി മുതൽ 10 അടി വരെ ഫീറ്റുള്ള രീതിയിൽ വെച്ച് ഈ മനുഷ്യനെ ഷൂട്ട് ചെയ്തു. അതായത് 6 ബുള്ളറ്റുകൾ പറപറായി മനുഷ്യന്റെ നേരെ ഷൂട്ട് ചെയ്തു. പക്ഷെ ഒന്നുപോലും തന്റെ ശരീരത്തിൽ കൊണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഭയുടെ എല്ലാ പ്രഥമ അധികാരികൾ വന്ന് ഈ മനുഷ്യനെയൊക്കെ പിടിച്ച് ഒരു കെട്ടി വെച്ചിരിക്കുക. എന്നിട്ട് പോലീസിലേക്ക് ഏൽപ്പിച്ചു. പോലീസുകാരൊക്കെ വന്നിട്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലയോ പാസ്റ്റർ ഹക്കി, നിങ്ങളെ ഇത്രമാത്രം അടുത്തു നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഈ മനുഷ്യന്റെ ദേഹത്ത് കൊണ്ടില്ല. FBI എന്ന് പറയുന്ന അന്നത്തെ വലിയ സജ്ജീകരണമുള്ള ഇവരൊക്കെ വന്ന് പരിശോധിക്കുക. ഈ 8 അടി ഫീറ്റിനകത്ത് ഈ ബുള്ളറ്റ് അത് ഒന്നെങ്കിലും ഈ മനുഷ്യന്റെ ശരീരത്തിൽ കൊള്ളാമായിരുന്നു. എന്നാൽ അവർ പഠിച്ചപ്പോൾ തനിക്ക് മനസ്സിലായത്, ഈ ഹക്കി എന്ന് പറയുന്ന ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ തനിക്ക് മുമ്പും പിമ്പുമായിട്ട് അവൻ ഷീൽഡ് വച്ച് ബുള്ളറ്റേക്കാതെ പരിചയം കൊണ്ട് പിടിച്ചിരുന്നത് പോലെ ഇന്ന് ഈ പ്രഭാതത്തിൽ ആർക്കൊക്കെ വേണ്ടി സ്വർഗത്തിൽ ദൈവം പരിചയം പിടിച്ചിറങ്ങി നിൽക്കുന്ന ഒരു പകൽക്കാലമാക്കി മാറ്റും. കഴിഞ്ഞ നാളുകളിൽ നിന്ന് തകർത്ത് കളയുവാൻ, ഉടച്ചു കളയുവാൻ, നിന്റെ ജീവിതത്തെ ഇല്ലാതെയാക്കി കളയുവാൻ ശത്രു ഒരുക്കിയ ചില പദ്ധതികളെ ദൈവം ഇന്ന് പകൽ അടിയറ വയ്ക്കുകയാണ്. നോക്കണേ, ഒരു ദൈവദാസന് വേണ്ടിയിട്ട് ദൈവം അതുപോലെ ക്രമീകരിച്ചുവെങ്കിൽ കുഞ്ഞെ, നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ഉപേക്ഷിക്കത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ഒരു പടിയുടെ മുന്നേ കയറുവാൻ ഈ യോഗം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരു ഹക്കിക്ക് വേണ്ടിയിട്ട് ദൈവം ചെയ്തുവെങ്കിൽ കുഞ്ഞെ, നമ്മൾ എത്ര പേരെ തിരിക്കുന്നത്, നിങ്ങൾ ഇവിടെ വിട്ടു പോകുമ്പോ വ്യത്യസ്തനായിട്ടേ പോകത്തുള്ളൂ. ഒരപ്പന്റെ കഴുതെ തേടിയ ശൗലിന്റെ മേൽ വീടപ്പെട്ടത് രാജകീയ അഭിഷേകമാണെങ്കിൽ, രാജകീയ അഭിഷേകത്തെക്കാൾ ഞാനൊരു കാര്യം പറയാം, അവൻ നമ്മുടെ മേൽ വിട്ടിരിക്കുന്നത് ഒരു അത്യന്ത ശക്തിയാണ്. വചനം പറയുകയാണ്, ഈ അത്യന്ത ശക്തി നിന്റെ മേൽ അടിക്കുമ്പോൾ അസാധാരണമായ ചില വീര്യപ്രവർത്തികളാ നിങ്ങളുടെ മേൽ ചെയ്തെടുക്കുവാൻ ഇടയായി തീരും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഒരിക്കൽ കൂടി ഞാൻ ആ ഭാഗം വായിക്കുന്നു. ഈ അത്യന്ത ശക്തി സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം എന്ന് പറയേണ്ടതിന് ഇത് നിങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു നിഷേധിച്ചിരിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത സഭയ്ക്ക് ലേഖനം എഴുതുന്നത് 1 അല്ല 2 അല്ല. വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഹിസ്റ്റോറിക്കൽ പഠിക്കുമ്പോൾ 4 അധ്യായങ്ങൾ ഈ മനുഷ്യൻ 4 ചാപ്റ്റർ എഴുതുകയാണ്. അതിൽ കാനോനികമായിട്ട് 2 മാത്രമേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. എന്തുകൊണ്ട് കാനോനികമായി തിരഞ്ഞെടുക്കപ്പെട്ട 2 അധ്യായങ്ങളിൽ? 1-ാമത്തെ അധ്യായം നമുക്കറിയാം, ഈ കൊരിന്ത സഭ സ്ഥാപിക്കപ്പെടുന്നത് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. ബെരോബയിലും തെസ്സലോനിക്കയിലും അധോനിയയിലേക്കും കിലിക്കിയയിലും ഈ മനുഷ്യൻ വചനം പ്രസംഗിക്കുമ്പോൾ ദേശാന്തര ശക്തികൾ ഈ മനുഷ്യൻ അവിടെ വചനം പ്രസംഗിക്കാൻ അനുവദിക്കാതെ ഓടി ഓടി മാറുമ്പോൾ, ഇതാ കൊരിന്ത പട്ടണത്തിൽ താൻ വേദനയോട് ഇരിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ കർത്താവിന്റെ ദൂതൻ പൗലോസിനോട് പറയുക, നീ മിണ്ടാതിരിക്കല്, പ്രസംഗിക്കുക, ഒട്ടനവധി ജനം ഇവിടെയുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, മൗനമായി ഇരിക്കരുത്, വായിപ്പോട്ടിരിക്കാതെ സ്തുതിച്ചു തുടങ്ങുക. ഏതൊക്കെ അന്തരീക്ഷത്തിനകത്ത് ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്തു തരും. കഴിഞ്ഞ മണിക്കൂറുകൾ നീ കണ്ട പോരാട്ടമല്ല, കഴിഞ്ഞ മണിക്കൂർ നീ കണ്ട തോൽവിയല്ല, ഈ പകൽ ദൈവം തിരുത്തി കുറിക്കുന്ന ഒരു പകല. നോക്കണമേ, കഴിഞ്ഞ മണിക്കൂർ പൗലോസിന് പറയാനുണ്ട്, എന്താ എന്നെ ബെറോബയ്ക്കകത്ത് ഓടിച്ചു, അദോനിക്കകത്ത് ഓടിച്ചു. എന്താ നിന്നെ അദോനിക്കകത്ത് ഓടിച്ചതാ? ഈ അദോനിയയുടെ പഠിച്ചു പറയുമ്പോൾ നമുക്ക് അപ്പോസ്തലൻ പ്രവൃത്തി 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അദോനിയ പുരുഷന്മാരെ നിങ്ങൾ സകലരും വിശുദ്ധരെന്ന് ഞങ്ങൾ അറിയുന്നു. പക്ഷെ നിങ്ങൾ ആരാധിക്കുന്ന ദേവന്മാർ പല പേരുകൾ അറിയപ്പെടുകയാണ്. പക്ഷെ ഞാനൊരു വേലിക്കല്ല് കാണുന്നുണ്ട്, അതിനകത്ത് പേരെഴുതിക്കുന്ന അൺനോയിങ് ഗോഡ്. there is no God. അവിടെ ഒരു ദൈവത്തിന്റെ പേരില്ല, പേരെഴുതിക്കുക അൺനോയിങ് ഗോഡ്. എന്നാൽ അവിടെ നിന്ന് പൗലോസ് പുൽപ്പിട്ട് എടുത്തിട്ട് പറയും, എനിക്കൊരു ദൈവത്തെ അറിയാം, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച, ഭൂചരാചരങ്ങളെ സൃഷ്ടിച്ച, ഒരു വാക്കുകൊണ്ട് അവനായ പ്രപഞ്ചത്തെ ഉരുവാക്കിയ ഒരു നാമമുണ്ട്. അത് വെറും നാമമല്ല, യേശുക്രിസ്തു എന്ന നാമമാണ്. അതുകൊണ്ടാണ് അവൻ അപ്പോസ്തലൻ 4:12 എഴുതിയിരിക്കുന്നു, മറ്റൊരു രക്ഷകൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് മനുഷ്യന് നൽകപ്പെട്ട ഒരൊറ്റ നാമം, അത് യേശു എന്ന നാമമാണ്. അധ്യായത്തിൽ തന്നെ 30 പറയുകയാണ്, അവർ ആ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എന്താ അവരിരുന്ന ദേശം കുലുങ്ങി. ഇന്ന് പകൽ ഞാൻ പറയാം, ആ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ച നിങ്ങൾ ഇരിക്കുന്ന പട്ടണത്തെ ദൈവം കുലുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അദോനിക്കകത്ത് പ്രസംഗിക്കുമ്പോൾ താനൊരു കാര്യം പറയാം, എനിക്കൊരു ദൈവത്തെ അറിയാം, അവൻ എൽസദായിയാണ്, അവൻ അഡോനിയാണ്, അവൻ റാഫയാണ്, അവൻ നിസിയാണ്, അവൻ ശമ്മയാണ്, അവൻ ഹല്ലേലൂയ ഏലോഹീമാണ്. ഇന്ന് പകൽ ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി യഹോവ ഈരയായും യഹോവ റാഫയായും അവൻ യഹോവ എബനേസറായിട്ടു. വിശ്വസിക്കുക, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു.
ഒരു കാര്യമാണ്, അധോനിക്കകത്ത് എനിക്ക് നേരിട്ടത് വലിയൊരു കയ്യടിയല്ല. എന്നിട്ട് ഞാൻ ഒരാഴ്ച മാത്രം പ്രസംഗിച്ചതോ, അതേ മാനറിൽ തന്നെ ശത്രു എന്നെ പൊരുതുമെന്ന് താൻ ഭയപ്പെട്ടിരിക്കുക. എന്നാൽ ഒരുവന് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ ആരോടൊക്കെ പ്രവചിക്കുക, നിങ്ങൾ ഇവിടെ വിട്ട് വീട്ടിനകത്ത് പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരുടെ വിസിറ്റേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പൗലോസ് അവിടെ കൊരിന്തിലേക്ക് വരികയാണ്. അവിടെ പ്രസംഗിക്ക് വേറെ ആരംഭിക്കുക. അക്വില പ്രിസ്കില്ല എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട 2 ജോഡികൾ അവർക്ക് കിട്ടുകയാണ്. കൂടാരപ്പണി ആയതുകൊണ്ട് അവിടെ വേല ആരംഭിച്ചു. 1.5 വർഷം കൊണ്ട് സഭ പണിതു. സഭ പണിതപ്പോൾ നമ്മൾ ഈ കൊരിന്തിലേക്ക് 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സഭയ്ക്കകത്ത് വലിയ പ്രത്യേകതകളുണ്ട്. എന്താ? ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നവർ സഭയ്ക്കകത്തുണ്ട്. ഹല്ലേലൂയ. ഈ 9 തരം കൃപാവരങ്ങൾ, പ്രവചനപരം, അതുപോലെ തന്നെ അന്യഭാഷയുടെ വ്യാഖ്യാനങ്ങൾ, പുതുഭാഷ ഭാഷകൾ, വീര്യപ്രവർത്തികൾ എന്നിത്യാദി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട് കൊരിന്ത് സഭയ്ക്കകത്തുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് ദൂത് പറയാം, അതൊന്നും തീർന്നു പോയിട്ടില്ല. ഇതിനകത്ത് നിങ്ങൾ സജീവമായാൽ, നിങ്ങൾ സജ്ജമായാൽ, നിന്റെ ആദരം തുറന്നാൽ അല്ലെങ്കിൽ അസാധാരണമായ ചില വീര്യപ്രവർത്തികൾ നടക്കുമെന്ന് ആത്മാവ് ഒരിക്കൽ കൂടി എംഫസൈസ് ചെയ്യുക. കൊരിന്ത് സഭയ്ക്കകത്ത് ഒരു പ്രത്യേകതയുണ്ട്. എഫെസോസ് സഭയ്ക്കകത്ത് ആത്മീയ യുദ്ധങ്ങളെ നേരിടുന്ന ഒരു സഭയാണ് കൊരിന്ത് സഭ. എഫെസോസ് സഭ. ആത്മീയ യുദ്ധങ്ങൾ, അതായത് ജഡത്തിലെ പോരാട്ടങ്ങളല്ല അവർ പറയുന്നത്, ആത്മീയ പോരാട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫിലദൽഫിയ സഭയ്ക്കകത്ത് ഇരുന്നിട്ട് കഴിഞ്ഞാൽ പറയാം അവർ വചനങ്ങളെ കാത്ത് വചനങ്ങളെ പാലിക്കുന്ന സഭ. പക്ഷേ ഈ കൊരിന്ത് സഭയ്ക്കകത്ത് ഒരു അതിന്റെ പ്രത്യേകതയുണ്ട്. ഈ കൊരിന്ത് സഭയ്ക്കകത്ത് കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നവരാണ്. ഇന്ന് പകലിലും അതുപോലെ കൃപാവരങ്ങൾ ഉപയോഗിക്കുവാൻ, അതായത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ ഉപയോഗിക്കാൻ ദൈവം ചിലരെ സജ്ജമാക്കും. വിശ്വസിക്കുന്നവരുടെ എണ്ണം പറയുന്നു. അവ എവിടെയൊക്കെ നീ ആരംഭിച്ചത്, എവിടെയൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് രക്തത്താൽ വചനത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ വചനം